ഖത്തറിൽ രാജ്യത്ത് വിൽക്കുന്ന മധുരപാനീയങ്ങൾക്ക് ഷുഗർ ടാക്സ് ഏർപ്പെടുത്തി നീക്കം. പൊതുജനാരോഗ്യം സംരക്ഷിക്കാനും പഞ്ചസാരയുടെ അമിത ഉപയോഗം നിയന്ത്രിക്കുന്നതിനുമാണ് ഈ നടപടി. അതായത് ഉൽപ്പന്നങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയുടെയോ മധുരത്തിന്റെയോ അളവനുസരിച്ചായിരിക്കും ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തുക. പഞ്ചസാരയുടെ അളവ് കൂടുതലാണെങ്കിൽ നികുതി കൂടുതലായിരിക്കും. പഞ്ചസാരയുടെ അളവ് വളരെ കുറവാണെങ്കിൽ സീറോ ടാക്സ് ആയിരിക്കുമെന്നും ജനറൽ ടാക്സ് അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ഇതൊരു GCC തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം എന്ന് പറയാം. വിവിധ GCC രാജ്യങ്ങൾ ഇതിനകം ഇത് നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്. അതേസമയം നമ്മൾ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ജ്യൂസുകൾ ഉണ്ടല്ലോ, അത് കാപ്പി, ചായ തുടങ്ങിയവയൊക്കെ ഇത്തരം നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഒന്ന്, പൊതുജനങ്ങളെ ഇത്തരം ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള പാനീയങ്ങൾ അമിതമായി ഉപയോഗിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുക. ഇത്തരം ഉൽപ്പന്നങ്ങളിലെ ഷുഗറിന്റെ അളവ് പരമാവധി കുറയ്ക്കാൻ നിർമ്മാതാക്കളെ പ്രേരിപ്പിക്കുക എന്നതടക്കമുള്ള കാര്യമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. എക്സൈസ് നികുതി ബാധകമായ ഉൽപ്പന്നങ്ങൾ കൈവശമുള്ള മുഴുവൻ വ്യാപാരികളും തങ്ങളുടെ സ്റ്റോക്ക് വിവരങ്ങൾ ടാക്സ് അതോറിറ്റി പ്ലാറ്റ്ഫോം വഴി അറിയിക്കണമെന്നും ജൂലൈ 6 മുതൽ 90 ദിവസത്തിനകം ഇതിനുള്ള റിട്ടേൺ സമർപ്പിക്കണമെന്നും ഖത്തർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്തായാലും മധുരപാനീയങ്ങൾക്ക് ഷുഗറിന്റെ അളവനുസരിച്ചിട്ടുള്ള നികുതിയായിരിക്കും ഖത്തറിൽ ഇനി പ്രാബല്യത്തിൽ വരിക.